ഒരു തടസ്സവും തനിക്ക് ഉണ്ടാക്കില്ല ഞങ്ങള്. തനിക്കും തൻ്റെ വാഹനത്തിനും ഇഷ്ടമുള്ള പോലെ കടന്നു പോവാം. എങ്കിൽ പിന്നെ കൂടുതൽ വാചകം അടിക്കാതെ വണ്ടി എടുത്ത് മാറ്റാൻ പറ. പെട്ടെന്നാവട്ടെ. എടോ, ഇതുവരെ വളരെ മര്യാദയുടെ ഭാഷയിൽ ഞാൻ സംസാരിച്ചേ. അതിനർത്ഥം താനീ കാണിച്ച തേർഡ് റേറ്റ് ഷോയും ഫാഷൻ പരേഡും ഒക്കെ അംഗീകരിച്ചെന്നല്ലേ? അത്യാവശ്യമായി ഒരിടം വരെ പോകാനുണ്ട്, അതുകൊണ്ട് മാത്രം. ഇങ്ങനെ ക്ഷോഭിക്കാതെ സുഹൃത്തെ, തനിക്ക് പോകാന്ന് പറഞ്ഞല്ലോ. പറഞ്ഞാൽ മാത്രം മതിയോ? വഴിവിലക്കി ഉണ്ടാക്കിയ ആ പാട്ട വണ്ടി എടുത്ത് മാറ്റാൻ പറ. ജാക്സൺ, ആ വണ്ടി എടുത്ത് മാറ്റി. വാ, വാ. താനെന്ത് തോന്നിയ സോടെ കാണിക്കുന്നേ? തനിക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? തനിക്ക് മാത്രമേ ഇവിടെ നിന്ന് പോകാൻ അവകാശമുള്ളൂ. ഈ പിന്നിലിരിക്കുന്നവർക്ക് അതില്ല. എന്താണ് ഇനിയും താമസം? ഇണക്കുരുവികൾക്ക് പിരിയാൻ തോന്നുന്നില്ലല്ലേ? പക്ഷേ ഇന്ന് പിരിഞ്ഞേ പറ്റുന്ന വിധി. ആരാടാ നീ? നിനക്കെന്താ വേണ്ടത്? ദാറ്റ് സൂപ്പർ. വളരെ പ്രസക്തമായ ചോദ്യം. ഇത് ആദ്യമേ ചോദിക്കേണ്ടതായിരുന്നില്ലേ? എനിവേ, ലേറ്റർ ഈസ് ബെറ്റർ ദാൻ നെവർ. ഞാൻ സ്വയം പരിചയപ്പെടാം. മൈസെൽഫ് ഈസ് ഹൈദർ അലി ഹുസൈൻ. എന്തിനായിരിക്കും നിങ്ങളുടെ പുറകെ വന്നതെന്നായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ. പറയാം, ഇതൊരു കൊട്ടേഷനാണ്. തൻ്റെ തല വെട്ടി കളഞ്ഞിട്ടായാലും ഇവളെ ഒരിടത്തേക്ക് കൊണ്ട് ചെല്ലണം ഞങ്ങൾക്ക്. അതിന് 25 ലക്ഷം ഞങ്ങൾ വാങ്ങി. എനിക്ക് തോന്നി കൊട്ടേഷൻ ആണെന്ന്. അല്ല, ആരാ നിനക്കൊക്കെ ഈ കൊട്ടേഷൻ ഏൽപ്പിച്ചു തന്നത്? പേര് പറയാൻ പറ്റുമോ? സ്ഥലം, ഇമെയിൽ അഡ്രസ്സ്? അങ്ങനെ എല്ലാ വിവരങ്ങളും കിട്ടണമെന്ന് വാശി പിടിക്കില്ല സാറേ. സത്യമായിട്ട് കാര്യം അറിഞ്ഞല്ലോ. ഇനി തനിക്ക് പോകാം. അങ്ങോട്ട് നീങ്ങി. ഇനി തനിക്ക് പോകാം. അയ്യോ, അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ? എന്താണെന്നറിയില്ല, എനിക്ക് നിന്റെ ഈ ഡീലിങ്സ് അങ്ങ് ഇഷ്ടപ്പെട്ടു. കാര്യമായിട്ടങ്ങ് പറയുന്നുണ്ട്. നോ വയലൻസ്, നോ ഹരാസ്മെന്റ്. എന്താ, ശരിയല്ലേ? എപ്പോഴും അങ്ങനെയൊന്നുമല്ല, പക്ഷേ തൻ്റെയൊക്കെ കാര്യത്തില് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ എനിക്ക്. ശരിയപ്പോ പോകുന്ന വഴിക്ക് പോകാൻ നോക്കാം. ചെല പോവാം. പക്ഷേ ചേട്ടാ, ചെറിയൊരു കുഴപ്പമുണ്ടല്ലോ. എന്ത് കുഴപ്പം? ആദ്യം പറഞ്ഞില്ലേ എന്റെ തല വെട്ടിയിട്ടാണെങ്കിലും ഇവളെ കൊണ്ടുപോകുന്ന ഉദ്ദേശത്തിലാ വന്നേന്ന്. എന്നാ പിന്നെ അത് അത്രേ ഉള്ളൂ എന്ന് ഞാനും അങ്ങ് തീരുമാനിച്ചു. എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. എന്റെ തല വെട്ടി മാറ്റിയിട്ടെ നീയൊക്കെ ഇവളുടെ ദേഹത്ത് തൊടുകൊള്ളുന്നു.
Stop it! നീ എന്താണ് കരുതിയത്? ഞങ്ങളുടെ നാരണക്കാശിന് വാടകയൊക്കെ എടുത്ത വാടക ഗുണ്ടകളാണെന്നോ? നോ, നെവർ. വി ആർ ട്രെയിൻഡ് പോലീസ്മാൻ. അല്പം പിഴച്ചു പോയതിന് സസ്പെൻഷനിലായിരുന്നേ ഉള്ളൂ. അതുകൊണ്ടാ സർവീസ് റിവോൾവറിന് പകരം ഇതുപോലെ കള്ളക്കടത്ത് മുതലും കൊണ്ട് ഇറങ്ങിയത്. ഇതേ നല്ല പിടയ്ക്കുന്ന ബുള്ളറ്റ് തുപ്പുന്ന സാധനമാ. ശവമായിട്ട് വീഴണ്ടെങ്കിൽ മര്യാദയ്ക്ക് മാറി നിന്നോ. ഞങ്ങൾ ഈ പെണ്ണിനെ കൊണ്ട് പോയിക്കോളാം. വാ. മോഹൻജി, മോനെ മോനെ അച്ചു, ദാ കണ്ണു തുറക്കും മോനെ. ഒരു പ്രാവശ്യം കണ്ണ് തുറന്നതാ ചന്ദ്രേട്ടാ. ഉപ്പ് കൂട്ടി അല്പം കഞ്ഞിവെള്ളവും കുടിച്ചു. അപ്പൊ ചെറിയൊരു ചൂട് തോന്നി. അതുകൊണ്ട് നെറ്റിയിൽ തുണി നനച്ചിട്ടതാ ഞാൻ. ആ, അത് നന്നായി. മോനെ അച്ചു, കണ്ണുറന്ന് നോക്കിയേ നീ. മോനെ. ആ, അതെ, വൈദ്യര് തന്ന ഇച്ചിരി മരുന്ന് ഞാൻ തരാം. കഴിക്കൂ എന്റെ പൊന്നുമോൻ. കയ്പുണ്ടോ? ഓ, ഒരല്പം ഉണ്ടാവും. പക്ഷെ അത് കാര്യമാക്കണ്ട. ഞാനേ തേനെടുത്ത് വച്ചിട്ടുണ്ട്. കയ്പ് അതില് മാറിക്കോളും. മോൻ മരുന്ന് കഴിച്ചോ? തേന് രണ്ടാമത് നാക്കിക്കൊണ്ടാ മതി. മോനൊന്ന് വാ വിളിച്ചേ, വാ വിളിച്ചേ. ആ ആ തേനെന്ന് പറഞ്ഞപ്പോ ഇത്തിരി കയ്പം മരുന്നായാലും പരാതിയില്ല അച്ഛന്. അത് പിന്നെ കുട്ടിയല്ലേ. ഞാനൊക്കെ തേനീച്ചക്കുട്ടിനെ കൈയിട്ട് തേനെടുത്ത് പിഴിഞ്ഞു കുടിച്ചിട്ടുള്ളതാ. ആ അതെ അതെ, തേനട കഴിച്ച പുഷ്പഞ്ചേട ഇത്രയ്ക്ക് തള്ളാൻ പഠിച്ചത്. മതി കുറ്റപ്പെടുത്തലും കോമഡി. അച്ചു മരുന്ന് കഴിക്കുന്നത് കണ്ടില്ലേ? ആ ആ, ഇനിയിപ്പോ കുഴപ്പമൊന്നുമില്ല അല്ലേ മോനെ? കണ്ടല്ലോ, അവൻ ഇനി ഒരു പ്രശ്നവും ഇവിടെ. അതുകൊണ്ട് ഇനി ഇത് ആരെയും വിളിച്ച് അറിയിക്കാനൊന്നും നിൽക്കണ്ട. അത്ര തന്നെ. ആരുടെ കാര്യം അച്ഛൻ നീ പറയുന്നേ? എടാ,
പ്രസാദും ആ കുട്ടി ഇങ്ങോട്ട് വരയല്ലേ, വെറുതെ വിളിച്ചു പറഞ്ഞ് ആദ്യ കേറ്റാനൊന്നും നിൽക്കണ്ട. ആ ശരി, മനസ്സിലായി. കേട്ടല്ലോ അച്ഛൻ പറഞ്ഞത്. നീയായിട്ട് വിളിച്ച് പറയരുത് പ്ലീസ്. സ്വന്തം അച്ഛൻ പറയുന്നതേ സ്വയം അങ്ങ് കേട്ടാ മതി. എന്നെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും വരണ്ട. എന്ത് വേണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കഴിച്ചോ? ഡി, അങ്ങോട്ട് വന്നേ. വാ. എന്താ എന്താ കാര്യം? എന്താ കുഞ്ഞേച്ചി? ഇത് ശരിയല്ല ആര്യ, ഒരു കാരണവശാലും ശരിയല്ല. എന്ത് കാര്യമാ കുഞ്ഞേച്ചി പറയുന്നത്? അച്ചു മയങ്ങി വീണ കാര്യം അഞ്ജലി ചേച്ചി അറിയിക്കണ്ടെന്ന് പറയുന്നത് ശരിയല്ല. അത് പിന്നെ അവർക്ക് ടെൻഷൻ ആവണ്ടെന്ന് കരുതിയില്ലേ? ടെൻഷൻ അടിക്കേണ്ട കാര്യം തന്നെയാ ഇത്. ആ ടെൻഷനോടെ തന്നെ വേണം തീരുമാനങ്ങൾ എടുക്കാനും അച്ചുവിനെ ചികിത്സിപ്പിക്കാനും. അച്ഛൻ മരുന്ന് കൊടുത്തല്ലോ. അതാണോ മരുന്ന്? ഏതെങ്കിലും ലൊടുക്ക് നാട്ടുവൈദ്യന്റെ അടുത്ത് പോയി കഷായമോ അരിഷ്ടോ എന്തെങ്കിലും വാങ്ങിക്കൊടുത്താ മതിയോ? പോരല്ലേ? നീ എന്താടി ചില സമയത്ത് ബുദ്ധിയില്ലാത്തവളാണോ? ഒരു കാര്യം പറഞ്ഞാ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കണ്ടേ? നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടത്? വേറൊന്നുമല്ല, വല്യച്ച വിളിച്ച് നമുക്ക് കാര്യം പറയണം. എന്നിട്ട് വല്യച്ച പറയുന്ന പോലെ നമുക്ക് ചെയ്യാം. ഇവിടെ ഉള്ളവർക്ക് അത് ഇഷ്ടപ്പെടുവോ? ചില കാര്യങ്ങളില് എല്ലാവരുടെയും ഇഷ്ടവും ഇഷ്ടക്കേടും നോക്കി പെരുമാറാൻ കഴിഞ്ഞൊന്നും വരില്ല. എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാം. ഞാൻ പോയി ഫോൺ എടുത്തോണ്ട് വരാം. വാ. ദേവ്, വാ. 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 അഞ്ജലി, വാ, വേഗം പോവാം. ഇവിടെ നിൽക്കണ്ട. നമ്മള് കാട്ടിനകത്തേക്കാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അറിയാം, കുറച്ചു ദൂരം കൂടി പോയിട്ടേ ദിശ മാറാൻ പറ്റൂ. തോക്ക് ചൂണ്ടി അവര് വരുന്നേ. വെടിവെക്കാൻ ട്രെയിനിങ് കിട്ടിയ പോലീസുകാരനാ അയാള്. തൽക്കാലം നമുക്കിങ്ങനെ ഓടിയും മാറിയും മറിഞ്ഞു നിന്നാലേ പറ്റൂ. അയ്യോ, അവരിങ്ങെത്തി. വാ. ഒരു കാരണവശാലും വിട്ടുകളയരുത്. വാ, അവിടെ എവിടെയെങ്കിലും കാണും. വാ, വാ. ഫോൺ സൈലന്റ് ആക്ക്.
മാ, എന്താ കുഞ്ഞേച്ചി? വലിയ ഫോൺ എടുക്കുന്നില്ല. ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കയാവും. തൽക്കാലം കുഞ്ഞേച്ചി ഒന്ന് ക്ഷമിക്ക്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് സൗകര്യം പോലെ പറയാം. എന്തായാലും ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. അതെ, ഇനി ഇതുപോലെ എല്ലാവരും കൂടെ ഒരേ വഴിക്ക് ഓടിയിട്ട് കാര്യമില്ല. പലതായിട്ട് പിരിയുമ്പോൾ എങ്ങോട്ടാ പോവാൻ സാധ്യതയുള്ളതെന്നാ നോക്കിയിട്ടേ പോവാവൂ. അവർക്ക് ഈ കാടെന്തായാലും നമ്മുടെ അത്രയും പരിചയം ഉണ്ടാവില്ല സർ. ജീവനെടുത്ത് കൈ പിടിച്ച് ഓടുമ്പോൾ പെട്ടെന്ന് കാണുന്ന കാട്ടുവഴിയിലൂടെ ഓടാനും കാട്ടുവള്ളികളിൽ കയറി പിടിക്കാനൊക്കെ ആളുകൾ ശ്രമിക്കും. ഒന്ന് നിരീക്ഷിച്ചാൽ മതി, അവർ പോയ വഴിയുടെ സൂചന നമുക്ക് കിട്ടും. അത് കണ്ടോ, അവിടെ കരിയില ഇളകി ചിതറി കിടക്കുന്നുണ്ട്. എവിടെ? കണ്ടില്ലല്ലോ. അങ്ങോട്ട് സൂക്ഷിച്ചു നോക്കണം. ആ വഴി അവർ പോയിട്ടുണ്ടാവുക. വേഗം 4 വശം കവർ ചെയ്ത് നീക്കാം. താൻ അങ്ങോട്ട് പോ, ആ ഭാഗത്തോടെ പോ. സർ, താൻ ഇവിടുന്ന് അങ്ങോട്ട് പോകും. ശരി സർ, ഓണമേ. അഞ്ജലി, ഇവിടെ ഇരുന്നാ പറ്റില്ല. അയ്യോ, എനിക്ക് വയ്യ പ്രസാദ് ഏട്ടാ, പ്ലീസ്. നാശം പിടിച്ച ജന്തുക്കൾ എങ്ങോട്ടാ പോയെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഇവിടെയെങ്ങും ആരും പോയതുപോലെ ഒരു കാൽപ്പാട് പോലും കാണാനില്ലല്ലോ. എന്തെങ്കിലും ഒരു അടയാളം കിട്ടിയിരുന്നെങ്കിൽ എങ്ങോട്ടാ പോയതെന്നറിയാം. അങ്ങനെയാണോ താൻ എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. മനസ്സിലായി. ഒരു ആപത്ത് വരുമ്പോ ഉപേക്ഷിച്ച് കളഞ്ഞ പിന്നെ വലിയ എളുപ്പമാവല്ലോ അല്ലേ? മറ്റു മനുഷ്യരെ പരിഗണിക്കാനോ വിശ്വസിക്കാനോ കഴിവില്ലാത്തവർക്ക് ഇങ്ങനെ പലതും തോന്നും. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഞാനാണോ വിശ്വസിക്കാൻ കഴിയില്ലാത്തവള്? അങ്ങനെ അല്ലെങ്കിൽ അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം തനിക്ക് തന്നെയാ. ഞാൻ എന്ത് ചെയ്തിട്ടാ? ഒരു ഉത്തരം പറ, അത് മതി. ആര് തന്നെ പിന്നാലെ നടക്കുന്നേ? ഇപ്പൊ വന്നോരോ ഇതുവരെ വന്നോരോ ഒന്നും യഥാർത്ഥ പ്രതികളല്ലെന്ന് എനിക്കറിയാം. അതൊക്കെ ഡമ്മികളാ. യഥാർത്ഥ ശത്രു അവർക്ക് പിറകിൽ മറിഞ്ഞിരിക്കുക. അത് ആരാണെന്ന് തനിക്കറിയാം. പക്ഷെ എന്നോട് പറയില്ലെന്ന് വാശി. അതെന്തിനാന്ന് എനിക്ക് മനസ്സിലാവാത്തെ.
അത് മാത്രമാണോ? തന്നെ കാണാൻ പലപ്പോഴും ഒരാൾ വരുന്നുണ്ട്. അതീവ രഹസ്യമായി നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതാരാണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല ഇതുവരെ. ഉണ്ടോ? പറഞ്ഞിട്ടുണ്ടോന്ന്? ഈശ്വര, ഇത്രയൊക്കെ അറിയാമായിരുന്നിട്ടും പ്രസാദേട്ടൻ ഇതുവരെ എന്താ എന്നോടൊന്നും ചോദിക്കാതിരുന്നത്? എന്താ ആലോചിക്കുന്നത്? എങ്ങനെ അടുത്ത് നുണ പറഞ്ഞ് രക്ഷപ്പെടാന്നാണോ? പ്രസാദേട്ടൻ എന്ത് വേണമെങ്കിലും വിചാരിക്കാം. പക്ഷേ ഞാൻ പറയാതിരിക്കുന്നത് പ്രസാദേട്ടൻ വിചാരിക്കുന്നതിലും അപ്പുറം വലിയ ചില കാരണങ്ങൾ ഉള്ളതുകൊണ്ടാ. ശരി, ഇനിയെങ്കിലും തനിക്ക് തുറന്നു പറയാലോ. മിനിമം ഇപ്പൊ ഈ അവസ്ഥയിലെങ്കിലും. പറ അഞ്ജലി, എന്താ തന്റെ പ്രശ്നം? ആരാ നമ്മുടെ ശത്രു? നമ്മുടെ ശത്രു അല്ല, എന്റെ ശത്രു. എന്റെ മാത്രം ശത്രു അത്. അതൊരിക്കലും പ്രസാദേട്ടന്റെ ശത്രുവായി മാറാൻ ഞാൻ സമ്മതിക്കില്ല. ഇത്രയും ഭയക്കാൻ ആരാത്? ആരാന്ന് പേര് പറതാൻ? ആരാത്? ആരാണെന്ന് ആരാ പറയാൻ? പറ അഞ്ജലി. അഞ്ജലി പറയാൻ.